Hi friends, welcome to POCO Malayalam. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന POCO X2 എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ റെഡ്മിയുടെ K30 4G സ്മാർട്ട് ഫോൺ, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്ത ആ റെഡ്മി K30 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനായിട്ടാണ് POCO X2 എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം ടു സെയിം നമുക്ക് റെഡ്മി K30 എന്ന സ്മാർട്ട് ഫോൺ ഉള്ളതുപോലെ തന്നെയാണ്. ക്യാമറ നോക്കിയാലും ഡിസ്പ്ലേയിലും പ്രോസസ്സറും എല്ലാ രീതിയിലും ആ ഒരു സെയിം ടു സെയിം പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഡിസ്പ്ലേ സെറ്റപ്പൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. എന്തായാലും ആ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ POCO X2 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ സെറ്റപ്പ് തന്നെ നമുക്ക് അത് നോക്കാം. റിയർ സൈഡിലും ഫ്രണ്ട് സൈഡിലും നമുക്ക് കോർണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. റിയർ സൈഡിൽ നമുക്ക് ഒരു ഗ്ലാസ് ഡിസൈനാണ് കിട്ടുന്നത്. ആ ഒരു ഗ്ലാസ് ഡിസൈൻ ഇപ്പോൾ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു നല്ല സ്റ്റൈലിഷായ ലുക്ക് ഫീൽ തോന്നുന്ന രീതിയിൽ തന്നെയാണ് POCO അത് നൽകിയിരിക്കുന്നത്. ആ ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ തോന്നുന്ന രീതിയിൽ ഒരു അട്രാക്റ്റീവായ ഒരു ഡിസൈൻ തന്നെയാണ് റിയൽ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനമൊന്നും കിട്ടുന്നില്ല, റിയൽ സൈഡിലും ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കിട്ടുന്നില്ല. പകരം ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ നേരത്തെ റെഡ്മി K30 എന്ന ആ സ്മാർട്ട് ഫോണിൽ കണ്ട അതേ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. അതായത് പവർ ബട്ടണിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കിട്ടുന്നത്. ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 3.5 ഓഡിയോ ജാക്കും കാര്യങ്ങളും ടൈപ്പ് C പോർട്ടും ഒപ്പം തന്നെ നമുക്ക് മൈക്രോഫോണും സ്പീക്കർ ഗില്ലും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും മുകൾ ഭാഗത്ത് പോക്കോയുടെ F1 എന്ന ആ ഒരു സ്മാർട്ട് ഫോണും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമുക്കൊരു IR ബ്ലാസ്റ്റ് സംവിധാനം കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ പോക്കോയുടെ ഒരു അടുത്ത സ്മാർട്ട് ഫോൺ അവർ അവതരിപ്പിക്കുമ്പോൾ POCO X2 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് IR ബ്ലാസ്റ്റ് സൗകര്യമുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ നമുക്കൊരു IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒപ്പം ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേയോട് കൂടിയാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ കൂടുതലായി നമുക്ക് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചോട് കൂടിയ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒപ്പം ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടി വരുന്ന ഒരു ഡിസ്പ്ലേ ഭാഗമാണ്. HDR10ൻ്റെ സപ്പോർട്ടും ഒപ്പം തന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് വരുന്നുണ്ട്. 91% ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 20:9 ആസ്പെക്ട് റേഷ്യോട് വരുന്ന ഡിസ്പ്ലേ ആണ്. ഈ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കുറയാനുള്ള സാധ്യത കൂടുതലായതിനാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ഡൈനാമിക് റിഫ്രഷ് റേറ്റ് സംവിധാനം നൽകുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് 20 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറാനുള്ള സംവിധാനം ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇത് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 730G എന്നുള്ള പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഗെയിമിംഗ് പ്രൊസസ്സറാണ്. നമ്മൾ ഇതിനു മുമ്പ് Realme X2 എന്ന സ്മാർട്ട് ഫോണിൽ കണ്ട അതേ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 6GB RAM 8GB RAM എന്നീ 2 RAM വേരിയൻറ്റുകളായിട്ട് നമുക്ക് 64GB സ്റ്റോറേജിലും 128GB സ്റ്റോറേജിലുമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രധാനമായിട്ട് 6GB RAM വേരിയൻറ്റ് നമുക്ക് കിട്ടുക. 8GB RAM-ൽ 256GB സ്റ്റോറേജിലുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. മൈക്രോ SD സഹായത്തോടെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ഹൈബ്രിഡ് സിംസോട്ട് സംവിധാനമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. UFS 2.1 ബേസോട് വിടുന്ന ഒരു ഫാസ്റ്റായ സ്റ്റോറേജ് സംവിധാനമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഒപ്പം Android 10 ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്ന സ്മാർട്ട് ഫോണാണ്. ഒപ്പം തന്നെ MIUI 11 കൂടി വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ ഭാഗത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഈ ലിക്വിഡ് കൂളിംഗ് സംവിധാനം POCO നൽകുന്നുണ്ട്. ഏകദേശം 300% എക്സ്ട്രാ ഈ ഹീറ്റ് പുറത്തുതള്ളാൻ ഈ ഒരു ലിക്വിഡ് കൂളിംഗ് സംവിധാനത്തോടു കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കുമെന്നാണ് POCO അവകാശപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ടൈമിൽ യൂസ് ചെയ്താൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുക. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടുന്നതിന് വേണ്ടി ഗെയിം ടെർബോ സംവിധാനങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇനി ക്യാമറ സെറ്റപ്പിലേക്ക് വരുവാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽ സൈഡിൽ കിട്ടുക. ഈ ഒരു മെയിൻ സെൻസർ വരുന്നത് സോണിയുടെ IMX686 എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻസർ തന്നെയാണ് കിട്ടുന്നത്. ബാക്കി ലെൻസുകൾ നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. ഈ ഒരു ലെൻസിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. ബാക്കി 2 ലെൻസുകൾ 2 മെഗാപിക്സലിൻ്റെ സെൻസറുകളാണ്. ഡെപ്ത് സെൻസറും മാക്രോ ലെൻസുമായിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 4K വീഡിയോസ് 30 FPS കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന എല്ലാ സ്മാർട്ട് ഫോണും കൊടുക്കാറുള്ള അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകുന്നത്. എന്നാൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പറയാൻ സാധിക്കുന്നത് വ്ളോഗിംഗ് മോഡ് എന്നൊരു സംവിധാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ റോ ഇമേജസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് റിയൽ സൈഡിൽ POCO നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറും ഒപ്പം രണ്ടാമതായി 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ ആയിട്ട് കിട്ടുക. 3.5 ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്.
ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. ഈ ഒരു 4500 mAh ബാറ്ററി കപ്പാസിറ്റിക്കൊപ്പം 27 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ഒരു 27 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജർ നമുക്ക് ഇൻ ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാൻ സാധിക്കുന്നത് 16,000 രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും P2I കോട്ടിങ്ങും ഗ്ലാസ് ഡിസൈനും കാര്യങ്ങളും ഒപ്പം തന്നെ ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന നല്ലൊരു അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി വരുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ 730G എന്ന ഈ ഒരു പ്രൊസസ്സറും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ പൂർണ്ണമായിട്ടും റിയൽമിയുടെ S2 എന്ന സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. കുറച്ച് പോരായ്മകൾ നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സംവിധാനവും AMOLED ഡിസ്പ്ലേ ഒക്കെയാണ്. എന്തായാലും ആ രണ്ട് സ്മാർട്ട് ഫോൺ തമ്മിലുള്ള കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാം. എന്തായാലും അതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് എടുക്കാനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ 16,000 രൂപയ്ക്ക് നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ള ഒരു ഗെയിമിംഗ് പ്രൊസസ്സറും 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഇപ്പം ഡിസൈനും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ സെറ്റപ്പ് ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കുക. പോക്കോ ആരാധകർക്ക് ഒട്ടും നിരാശ വരാത്ത രീതിയിൽ തന്നെയാണ് പോക്കോ അവരുടെ ആദ്യത്തെ ഒരു സ്മാർട്ട് ഫോൺ X സീരീസിൽ പുതുതായിട്ട് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് POCO X2 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 6GB RAM 64GB സ്റ്റോറേജിന് 16,000 രൂപയും 6GB RAM 120GB സ്റ്റോറേജിന് 17,000 രൂപയും 8GB RAM 120GB സ്റ്റോറേജിന് 20,000 രൂപയുമാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ ഒരു 20,000 രൂപയുടെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് Realme X2 എന്ന സ്മാർട്ട് ഫോണും ഈ ഒരു സെറ്റപ്പിലുണ്ട്. അപ്പോൾ LCD ഡിസ്പ്ലേ മാറി ഒരു AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ കൂടി ഒന്ന് നോക്കാം. എന്തായാലും POCO X2 എന്നൊരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയുമാണ് POCO X2 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.